അയ്യോ ഇത് സിനിമയിൽ വേറെ ആരുടെയോ ശബ്ദമാണ് കേട്ടോ, ഉർവശിയുടെ ശബ്ദമല്ല. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ശബ്ദം, ഒട്ടും പക്വതയില്ലാത്തൊരു ശബ്ദം. അപ്പോൾ ഗൗരവമുള്ള ക്യാരക്ടേഴ്സും ഗൗരവമുള്ള സീൻസും ചെയ്യുമ്പോൾ ഹ്യൂമറിനൊക്കെ ഓക്കെ, പക്ഷെ സീരിയസ് ആകുമ്പോൾ എന്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കരയുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും ഇരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം. ഇന്നലെ വരെ ഈ വീട്ടിൽ ഈ സ്വർണത്തിന് ഒരു വിലയില്ലായിരുന്നു. എന്റെ അച്ഛന്റെ പ്രയത്നം സ്വന്തം മക്കൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലെ ഒരു കുട്ടിക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടായല്ലോ. എന്റെ അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടും. ദിവസവും നാട്ടുകാരെ വിളിച്ചുകൂട്ടി മദ്യോ സദ്യോ എന്ത് വേണേലും അയക്കോ. വേണമെങ്കിൽ കുറെ ചെറുപ്പക്കാരെ കൂടി വിളിച്ചോ. നിൽക്കുമല്ലേ പ്രായം കഴിഞ്ഞ രണ്ടെണ്ണം. ആ ഓട്ടക്കാലണയിലാണ് മൂല്യത്തിന്റെ ആരംഭം. അതുകൊണ്ടാണ് വലിച്ചെറിഞ്ഞ ഈ മണി ഒരു മയിൽപ്പീലി പോലെ ഞാൻ സൂക്ഷിച്ചത്. ഇതാണോ സേതുട്ട നമ്മുടെ ഹണിമൂൺ? ഇതാണോ ഞാൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന സ്വപ്നം? ഇതിലും ഭേദം തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഹണിമൂൺ ആഘോഷിക്കുന്നതാ. എനിക്ക് നേരെ മണ്ണൊന്ന് സംസാരിക്കാൻ, സേതുട്ടന്റെ അടുത്തൊന്ന് ഇരിക്കാൻ ഈ കാക്കക്കൂട്ടിനകത്ത് ഒരു നിമിഷമെങ്കിലും സാധിച്ചോ? എന്തോന്നാ ഇത്, അഭയാർത്ഥിക്കാമ്പോ? എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാളെ ഒരു ദിവസം സുഖേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഖേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ. ശൈലജയോ? എന്നവള് തീർച്ചയായിട്ടും സുഖേട്ടനെ കണ്ടു കാണില്ല. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോനാ, അവക്ക് എന്നെയോ സുഖേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കല്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പൊ തന്നെ ഭർത്താവിന്റെ കാതിലെത്തിച്ചു. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. இப்படி இருக்காருன்னு பாக்காதீங்க. அந்த பேக் திருட்டு போனதுலேருந்து அப்பா பைத்தியம் பிடிச்ச மாதிரி ஆயிடுச்சு. நான் தான் சொன்னேன் திருடனை ஒன்றும் செய்ய வேண்டான்னு. என்ன மன்னிச்சிடியா, உன் நிலைமை என்னன்னு தெரியாம எத்தனை நாளும் கூட விளையாட்டுத்தனமா நடந்துக்கிட்டேன். இனிமே எந்த தப்பும் பண்ண மாட்டேன். இல்லையா, நீ வெளியே எங்க அப்பன் கூட பேசிட்டு இருந்ததெல்லாம் கேட்டுட்டு தான் இருந்த. பாவம், நீ கை குழந்தைய வச்சுக்கிட்டு எவ்வளவு துக்கத்தை மனசுல அடகிட்டு இருக்க. அது தெரியாம சின்ன பசங்களுக்கு சரியா நானும் വീട്ടിൽ തിരിഞ്ഞു ഇരിക്കാൻ പാരെ. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ? ആ പെണ്ണ് തന്ന പൂക്കളല്ലേ ഈ പെട്ടി നിറച്ച് ഉണങ്ങി കിടക്കുന്നത്? ഈ ഫോട്ടോ മറയ്ക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇത്രയും നേരം കള്ളക്കളി കഴിച്ചത്? നീച, ദുഷ്ട, മഹാബലി. ദേ, എന്നെ തൊട്ടാ ഞാൻ കൈ കടിച്ചു മുറിക്കും, പറഞ്ഞേക്കാം. ദുഷ്ടൻ, കൊടുംചതിയൻ. ഇവിടെ പുനരിച്ച് നടക്കുമ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്? ദേ, കാര്യമൊക്കെ ശരി. ഗോപിയേട്ടനെ കൊരങ്ങാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ചോദിക്കാൻ ആളുണ്ട്. പോടി എവിടെ. അയാളെന്തിനാ എന്നോട് കുശലാന്വേഷണം നടത്തുന്നത്? അതിനുണ്ടല്ലോ ഓരോരുത്തര്. മോഹൻ, അയ്യടാ മോഹൻ പോലും മടിയിൽ വെച്ച് പേരിട്ടിരിക്കുന്നല്ലേ വിളിക്കുന്നത്. ആരാ വിളിച്ചത്? ആ ശൃംഗാരി മേരി. ചെക്കോ പിടിപ്പിക്കാനെന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചതൊക്കെ വെറുതെയാ. ഇയാൾ അവളെ ശൃംഗരിക്കുന്ന എന്നെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് അസൂയ. ഞാൻ ആട്ടെ, ഉറുമ്പിപ്പെണ്ണിന് എന്താ പേരിടണ്ടേ? അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആലോചിച്ച് വെച്ചേക്കണം. ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നും അല്ലാതെ നമുക്കവളെ ഒരു മനുഷ്യക്കുട്ടിയായി വളർത്തണം. വരട്ടെ. നേരിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ദൂരദർശനി വന്നതോടുകൂടിയാണ് ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തിൽ ഡബ് ചെയ്യണം എന്നൊരു നിർബന്ധമായ അവസ്ഥയുണ്ടായത്. മാതാക്കൾ തന്നെയാണ് നിർബന്ധം പറഞ്ഞത്, ഉർവശി തന്നെ ഡബ് ചെയ്യണം. ഞാൻ ആഫീസിൽ പോകും. വെള്ളമൊന്നും ഉണ്ടാകല്ലേ, പിന്നെ കുസൃത്തരമൊന്നും കാണിക്കല്ലേ, ദേവമ്മയെടുത്ത് വഴക്കൂടല്ലേ. പീഡിവലിയും കള്ളോടിയും അസാരം കൂടുന്നുണ്ട്. എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നിവർത്തിയില്ല അച്ഛാ, ഗോമതിയോട് പറയന്നെ. അയ്യോ എന്റെ ഭഗവതി, എന്തൊരു നോട്ടാത്. പാശ കളഞ്ഞിട്ടൊന്ന് കഞ്ഞി കുടിക്കുക ചെയ്തുട്ടാ. നല്ല നെല്ലൂത്തരിയുടെ കഞ്ഞിയാ. തിരുമേനി തിരിച്ചറിയാത്തതാ. അത് കണ്ണനല്ലേ, കള്ളകൃഷ്ണൻ. എത്ര നാളത്തെ എന്റെ പൂജയുടെ ഫലാണെന്നോ. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം പ്രത്യക്ഷപ്പെട്ടുല്ലോ. സായുജ്യായി. ആശ്വാസം. ആ രഹസ്യം എങ്ങനെയെങ്കിലും പരസ്യമായി കിട്ടാനാ ഞാൻ ഈ കിടന്ന് പാടുവിടുന്നത്. കേട്ടോ, വെടിവഴിപാടാ. 101 എണ്ണം. ധും ധും ധും. മുഴുവനും പൊട്ടി കഴിയുമ്പോഴേക്കും ഉഗ്രനൊരെണ്ണം എനിക്കിട്ട് പൊട്ടും. അതോടെ ആ ബന്ധം പരസ്യമാവും. മോമ്പോ കുടുംബം കലക്കാൻ ഇറങ്ങിയിരിക്കുക. ഇവിടെ എന്റെ കുടുംബം ഞാൻ വിചാരിച്ചിട്ട് കലങ്ങുന്നില്ല. ശംഭോ മഹാദേവ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്. അങ്ങനെ. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണം. முனுசாமி மரியாதையா சொல்றவள விட்டுடு. இன்னொரு தடவை மேல கைய வச்சு அப்புறம் நடக்கிறதே வேற. உடியா கட்டின பொண்டாட்டின்னு என்ன வேணாலும் பண்ணுவியா? தாலி கட்டிட்டா மட்டும் புருஷன்வாதியா? கட்டினவள கண்கலங்காம சந்தோஷமா வச்சு குடும்பம் நடத்தணும், அப்பதான் நீ புருஷன். ஊரை விட்டு ஊரை வந்து ஏதோ குழப்ப நடத்துவியா? எங்க ஒரு பொம்பளை மேல கைய வைக்கிற, അപ്പുറം അടി പിന്നി എടുത്തിട്ട് ജാഗ്രത. ഓ പോലീസ്, കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ. അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ, ഇതുപോലെ നടക്കില്ലല്ലോ. ഹായ്, രസായിരിക്കണു. അയ്യോ എന്തുമാതിരി വീടാത് എന്റെ അമ്മേ. കാരണവന്മാരെ കാശ് ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശ് ചെലവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. ഹൈ, അസലായിരിക്കണു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ? പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, 5 ആൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ? ഒക്കെ അടച്ചിട്ടിരിക്കുക. ഇല്ലല്ലോ, തുറന്നെടുക്കല്ലേ? പൊടി മാറാലൊക്കെയാ. എന്റെ അമ്മ എന്തുമാത്രം വേദനിച്ച് അവന് ലോകത്തുനിന്ന് പോയി. അവന്റെ ആത്മാവിനെ കൂടെ നീ നോവിക്കില്ലേ കൊച്ചെ? എല്ലാ നാട്ടുകാരെയും ബന്ധുക്കാരുടെ മുമ്പിൽ ഒരു കഴിവെട്ടനാണെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. നിനക്കെന്റെ കൂടെ നിന്നൂടെ?